BHIC എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേപ്പർ 4 വരെയുള്ള എക്സാംസൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി പേപ്പർ 5 ആണ് വരാനുള്ളത്. അപ്പോൾ പേപ്പർ 4 വരെയുള്ളതൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. പേപ്പർ 5-ൽ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പാലിയേറ്റീവ് കെയർ, BMW, ജീറിയാട്രിക്സ് ഈ 4 പോർഷനാണ് ഉള്ളത്. ഇതിൽ BMWൻ്റെയും ജീറിയാട്രിക്സിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി അത് കാണാം. അടുത്തത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷനാണ്. ഇതിൽ എസ്സേയും 5 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോർഷൻസ് ആണ്. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അത്യാവശ്യം വലിയൊരു പോർഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് പോകണം. ഒരു റൗണ്ടെങ്കിലും ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് പോകണം. ഇവിടെ നമ്മളിപ്പോൾ മെയിനായിട്ട് റിസ്ക് ഫാക്ടേഴ്സ്, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ അതൊക്കെ പറയും. അപ്പം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനാണ് നോക്കുന്നത്. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ആൻ ഇമ്പയർമെൻറ്റ് ഓഫ് ബോഡ്ലി സ്ട്രക്ചർ ഓർ function that necessitates a modification of the patient's normal life and has persisted over an extended period of time. അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന ഏതെങ്കിലും സ്ട്രക്ചറിനോ അല്ലെങ്കിൽ ഫങ്ഷനോ കാരണം വരുന്ന എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് കാരണം നമ്മുടെ നോർമൽ ലൈഫ്, അതായത് പേഷ്യൻ്റെ നോർമൽ ലൈഫിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരാം. അതേപോലെ തന്നെ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാ? പെർമനൻ്റ് ആയിരിക്കും, ലീവ് റെസിഡ്യുവൽ ഡിസബിലിറ്റി, അതേപോലെ തന്നെ ആർ കോസ്ഡ് ബൈ നോൺ റിവേഴ്സിബിൾ പത്തോളജിക്കൽ ഓൾട്ടറേഷൻ, മേ ബി എക്സ്പെക്റ്റഡ് ടു റിക്വയർ എ ലോങ് പീരീഡ് ഓഫ് സൂപ്പർവിഷൻ ആൻഡ് ഒബ്സർവേഷൻ ഓഫ് കെയർ. അപ്പോൾ NCDയുടെ ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വെച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ നമുക്കിപ്പോൾ എസ്സേക്ക് ചോദിക്കുമ്പോൾ ഏത് എസ്സേ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് റിസ്ക് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു ഡിസീസ്, ഏത് ഡിസീസ് എടുത്താലും അതിൽ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തത്, അതായത് നമ്മുടെ ഏജ്, സെക്സ്, എത്തിനിസിറ്റി, ജനറ്റിക് ഫാക്ടേഴ്സ് അതൊക്കെ. മോഡിഫയബിൾ വന്നതാണ് ഏത്? നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡയറ്റ്, അങ്ങനത്തെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏജ്, ഇപ്പോൾ ഹൈപ്പർ ടെൻഷനൊക്കെ ഏജ് കൂടുന്നതോറും ഹൈപ്പർ ടെൻഷൻ കൂടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെയാണ് മോഡിഫയബിളിൻ്റെ കാര്യം. നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടർ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടിൻ്റെയും നോക്കി വയ്ക്കുക. ഇത് ഏത് ഡിസീസ് 5 മാർക്കിൻ്റെ ചോദിച്ചാലും മെസ്സേജ് ചോദിച്ചാലും നമുക്ക് ഇത് എഴുതിയിട്ട് ഇപ്പോൾ ഓരോ ഡിസീസിൻ്റെയും ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഡിസീസിനും ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ എത്തിനിസിറ്റിയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈപ്പർ ടെൻഷനിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഓരോന്നിനും സ്പെസിഫൈ ചെയ്ത് ഓരോ ഡിസീസിനും ഓരോ റിസ്ക് ഫാക്ടറിൽ ഓരോ പോയിന്റ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. 5 മാർക്കിൻ്റെ ചോദിച്ചാലും 10 മാർക്കിൻ്റെ ചോദിച്ചാലും നിങ്ങൾ അതുപോലെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ഇത് ഏത് ഡിസീസ് ചോദിച്ചാലും റിസ്ക് ഫാക്ടറിൽ നമുക്ക് നോൺ മോഡിഫയബിൾ എന്നുള്ള രീതിയിൽ എഴുതാം. അടുത്തതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 4 ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ് ഉള്ളത്. ഏതൊക്കെയാ? പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി പ്രിവെൻഷൻ ഉണ്ട്, ടെർഷ്യറി പ്രിവെൻഷൻ ഉണ്ട്. ഇതിൽ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടർ എന്താ? റിസ്ക് ഫാക്ടർ ഇല്ല. ഇവിടെ നമ്മൾ എന്താണ് തടയുന്നത്? ഇവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് റിസ്ക് ഫാക്ടറാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. കാരണം എന്താ? അവിടെ റിസ്ക് ഫാക്ടർ ഇല്ല. അപ്പോൾ നമ്മൾ റിസ്ക് ഫാക്ടർ ഉണ്ടാവുന്നത് തടയുന്നത് വഴിയാണ് നമ്മൾ അസുഖം കൺട്രോൾ ചെയ്യുന്നത്.
അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനും പിന്നെ മാസ് എഡ്യൂക്കേഷനും. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. എന്താ? അപ്പോൾ റിസ്ക് ഫാക്ടർ ഇല്ല, റിസ്ക് ഫാക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഏതാ? പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷനിൽ എന്താ? ഇവിടെ എന്താ? റിസ്ക് ഫാക്ടർ പ്രസൻ്റ് ആണ്, റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്താ തടയണത്? നമ്മൾ ഓൺസെറ്റ് ഓഫ് ഡിസീസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? പ്രിവെൻറ്റ് ചെയ്യണത്. അപ്പോൾ എന്താ? റിസ്ക് ഫാക്ടർ ഉണ്ട്, ഓൺസെറ്റ് ഓഫ് ഡിസീസ് ആണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെ? ബൈ മാനേജിങ് റിസ്ക് ഫാക്ടർ. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ഹെൽത്ത് പ്രൊമോഷനും രണ്ടാമത് ചെയ്യുന്നതാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷനും. അപ്പോൾ ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും വരുന്നത് അവിടെ പ്രൈമറി പ്രിവെൻഷനിൽ. അടുത്തത് നമ്മൾ ചെയ്യുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ? റിസ്ക് ഫാക്ടർ ഉണ്ട്, അതേപോലെ തന്നെ എന്താ? ഡിസീസും ഉണ്ട്. റിസ്ക് ഫാക്ടർ ഉണ്ട്, ഡിസീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യണത്? ഈ ഡിസീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. അതായത് അതിൻ്റെ പ്രിവാലൻസും അതേപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷനും എന്ത് ചെയ്യും? കുറയ്ക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രിവാലൻസ് തടയും ഡിസീസിൻ്റെ. അതാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷനിൽ ചെയ്യണത്. ഇവിടെ നമ്മൾ ചെയ്യണത് എന്താ? ഈ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡറി ലെവലിൽ കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അടുത്തതാണ് മൂന്നാമതായിട്ട് വന്നതാണ് ടേർഷ്യറി പ്രിവെൻഷൻ. ടേർഷ്യറി പ്രിവെൻഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇവിടെ ഡിസീസും ഉണ്ട്, റിസ്ക് ഫാക്ടറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണേ? റെഡ്യൂസ് ദി കോംപ്ലിക്കേഷൻ ആൻഡ് ഡിസബിലിറ്റി. കോംപ്ലിക്കേഷനും ഡിസബിലിറ്റിയും തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതാണ് ടേർഷ്യറി പ്രിവെൻഷൻ. ഇവിടെയാണ് എന്ത് വരുന്നത്? ഡിസബിലിറ്റി ലിമിറ്റേഷൻസും റീഹാബിലിറ്റേഷനും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ നമ്മൾ പഠിച്ചു വയ്ക്കുക. പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. ഇത് എന്താണെന്നുള്ള വ്യത്യാസം കൂടി നമുക്ക് മനസ്സിലാവണം. ഇത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ എസ് എഴുതുമ്പോഴും ടെക്സ്റ്റിലുള്ള ഇപ്പോൾ ഓരോ ഡിസീസിൻ്റെയും സ്പെസിഫിക് പോയിന്റ്സ് വെച്ച് ഇപ്പോൾ ചില ഇതിനെന്താ വാക്സിനേഷൻ, അങ്ങനെ ഓരോ ഡിസീസിൻ്റെ സ്പെസിഫൈ ചെയ്ത് വായിച്ച് ഇത് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. എല്ലാത്തിനും പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഈ 4 പ്രിവെൻഷനും എഴുതണം. എസ് എ ചോദിക്കുമ്പോഴും 5 മാർക്കിൻ്റെ ചോദിക്കുമ്പോഴും. ഓക്കെ, അടുത്തതാണ് പ്രോഗ്രാം. NPCDCS പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ? നാഷണൽ പ്രോഗ്രാം ഫോർ ദി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് സ്ട്രോക്ക്. ഈ പ്രോഗ്രാം പഠിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താ? ഏത് ഡിസീസ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. NCDയിൽ ഇപ്പോൾ കാർഡിയോവാസ്കുലർ ചോദിച്ചാലും എഴുതാം, ഡയബറ്റീസ് ചോദിച്ചാലും എഴുതാം, ഹൈപ്പർ ടെൻഷൻ ചോദിച്ചാലും, ഇതിലേത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസീസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി, അത് കഴിയുമ്പോൾ റിസ്ക് ഫാക്ടർ എഴുതി, അത് കഴിയുമ്പോൾ പ്രിവെൻഷൻ എഴുതി, ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോഗ്രാം കൂടി എഴുതണം. എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു 12-13 മാർക്കൊക്കെ എസ് എക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ്. അതായത് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, സ്ട്രോക്ക് അതിൻ്റെ കമ്പോണൻസും അതേപോലെ തന്നെ ക്യാൻസറിൻ്റെ കമ്പോണൻസും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ പ്രോഗ്രാമിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വയ്ക്കുക. അതായത് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് സ്ട്രോക്ക് കമ്പോണൻസ് അണ്ടർ NPCDC ആണ് ആദ്യം പറയുന്നത്. ഇതിലെന്തൊക്കെയാണ് പറയണേ? പ്രിവെൻഷൻ ഓഫ് NCD ത്രൂ ലൈഫ് style changes, early diagnosis and management, capacity building at various levels of healthcare, training of human resources, establishment and development capacity for palliative and rehabilitation. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഡയബറ്റിക്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക് കമ്പോണൻസിൽ വരുന്നത്. അടുത്തതാണ് ക്യാൻസർ കമ്പോണൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇതിൽ പ്രൈമറി പ്രിവെൻഷനിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താ പറയുക? അതായത് ഇപ്പോൾ സെർവിക്കൽ ക്യാൻസറൊക്കെ വാക്സിനേഷൻ എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിൻ്റെ കാര്യം, അതൊക്കെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് ഓഫ് കോമൺ ക്യാൻസർ, അതായത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ സ്ട്രെങ്തനിങ് ഓഫ് എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് കോംപ്രഹെൻസീവ് തെറാപ്പി ഇൻക്ലൂഡിങ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ക്യാൻസർ കമ്പോണൻ്റ് അണ്ടർ NPCDCSൽ വരുന്നത്. അപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത്
അതായത് ഈ ക്യാൻസർ കമ്പോണൻറ്റും അതേപോലെ തന്നെ ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ്, സ്ട്രോക്ക്, ഇതിൻ്റെയൊക്കെ കമ്പോണൻസും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസീസിൻ്റെ എസ്സൊക്കെ എഴുതി കഴിയുമ്പോൾ ലാസ്റ്റ് ഈ ഒരു സാധനം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിസീസ് വന്നാലും എഴുതാൻ പറ്റും. ഇനി അടുത്തതാണ്, ഇനി നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടതെന്ന് നോക്കാം. അതായത് 2 മാർക്കിന് ഇതിനു മുമ്പ് പ്രീവിയസ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ക്രോണിക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ പറഞ്ഞു. ആ ഡെഫിനിഷൻ ചെയ്താൽ ജസ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താൽ. അടുത്ത് TIA എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഫോക്കൽ ഡിസ്റ്റർബൻസ് ആണ് അല്ലേ. ഫോക്കൽ ഡിസ്റ്റർബൻസ് ഓഫ് സെറിബ്രൽ ഫങ്ഷൻ അല്ലേ. ലാസ്റ്റിംഗ് മോർ ദാൻ 24 hour ആണെങ്കിൽ എന്താ, സ്ട്രോക്കും. ലെസ് ദാൻ 24 hour ആണെങ്കിൽ എന്താ, TIA. അത് രണ്ടും മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കുക. മോർ ദാൻ ആണെങ്കിൽ സ്ട്രോക്കും, ലെസ് ദാൻ ആണെങ്കിൽ TIA. ഇത് രണ്ടും മാറി ചോദിക്കുന്ന ഓരോ പോർഷൻസ് ആണ്. ഒന്ന് TIA മാറി ചോദിക്കാറുണ്ട്, സ്ട്രോക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാം. അടുത്തതാണ് ഡാഷ് ഡയറ്റ്. എന്താ ഡാഷ്? നമ്മൾ എന്തിനു കൊടുക്കുന്ന ഡയറ്റാണ്? ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്ന ഡയറ്റാണ്. അപ്പോൾ ഡാഷ് ഡയറ്റിനെ കുറിച്ച് 2 മാർക്കിനെങ്കിലും എഴുതാൻ പഠിച്ചിട്ട് പോവാം. ഇപ്പം 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിലോ നമുക്ക് കണ്ടന്റ് കുറവാണ്, ഡാഷ് ഡയറ്റിൽ എഴുതാൻ കണ്ടന്റ് കുറവാണ്. അപ്പോൾ ഒരു പിരമിഡൊക്കെ ഉണ്ട്, ആ പിരമിഡൊക്കെ പഠിച്ചിട്ട് പോവാം. പിന്നെ ഹൈപ്പർ ടെൻഷൻ എഴുതാം. ആദ്യം ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് എഴുതാം, അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഡാഷ് ഡയറ്റ് എഴുതാം. പിന്നെ ഇമ്പേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്താണെന്ന് എഴുതാം. പിന്നെ ഇൻസിഡൻസ് ആൻഡ് പ്രിവാലൻസ്. ഇൻസിഡൻസും പ്രിവാലൻസും എന്താ? ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ന്യൂ കേസസ് ആണ്. നമ്പർ ഓഫ് ന്യൂ കേസസിന് നമ്മൾ ഇൻസിഡൻസ് എന്നും, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേസും അതേപോലെ തന്നെ അതിലോട്ട് ആഡ് ചെയ്യുന്ന ന്യൂ കേസസും, അതാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. അതും നോക്കിയിട്ട് പോവാം. ഇതിൽ നമ്മുടെ ടെക്സ്റ്റിലൊരു എപ്പിഡമോളജിക്കൽ ബാത്ത് ടബ് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വീഴുന്നു. ആ ഡ്രോപ്പ് ആയിട്ട് വീഴുന്നത് എന്താ? ഇൻസിഡൻസും ഓൾറെഡി ആ ടബിലുള്ള വാട്ടർ പ്രിവാലൻസ്, അതിൽ നിന്ന് പുറത്തോട്ട് ലീക്ക് ചെയ്ത് പോണത് ഡെത്ത്, പിന്നെ കുറച്ച് വേപ്പറായിട്ട് പോണതൊക്കെ എന്താ റിക്കവറി ആയി പോകുന്നത്. അങ്ങനെ ഒരു ബാത്ത് ടബിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. പിന്നെ അടുത്തത് പറയുന്നതാണ് ഡയറ്ററി ഫൈബർ എന്താണെന്ന് നോക്കാം. ബ്ലൈൻഡ്നെസ്സിൻ്റെ ഡെഫിനേഷനൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് പോവാം. പിന്നെ ട്രാക്കിംഗ് ഓഫ് ബി പി എന്താണെന്ന് നോക്കലേ. ട്രാക്കിംഗ് ഓഫ് BP എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ നമ്മുടെ BP ട്രാക്ക് ചെയ്യുന്നത്. അതായത് വലുതാവുമ്പോൾ റിസ്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെറുപ്പം മുതലേ നമ്മൾ BP ട്രാക്ക് ചെയ്ത് പോവില്ലേ, റിസ്ക് ഫാക്ടറൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ട്രാക്കിംഗ് ഓഫ് BP പഠിച്ചിട്ട് പോവുക. അപ്പോൾ പിന്നെ ഹൈ റിസ്ക് സ്ട്രാറ്റജി, പോപ്പുലേഷൻ സ്ട്രാറ്റജി നോക്കിയിട്ട് പോവാം. പിന്നെ വിഷൻ 2020 ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാം. വിഷൻ 2020 ഇയർ, പിന്നെ ഇതിൻ്റെ ഇനിഷ്യേറ്റീവ്സ് എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും വിഷൻ 2020 ഒന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ പാപ്സ്മിയർ, NPCDCS അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ റൂൾ ഓഫ് ഹാവ്സ്, ഒബേസിറ്റി, കാർസിനോമ, ആക്സിഡൻറ്റോളജി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചിട്ട് പോവാം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്തതാണ് 5 മാർക്കിൻ്റെ എന്താ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് സിൻഡ്രോം എക്സ്. ഇത് ഇതിലും എന്നതാണ്, ഡയബറ്റിക്സിലും എന്നതാണ്. ഒബ്വിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് type 1 ഡയബറ്റിക്സ് തന്നെ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സിൻഡ്രോം എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ടും അത് നോക്കിയിട്ടുണ്ട്. അതെന്തായാലും ചോദിക്കാറുള്ളൊരു പോർഷനാണ്. അതുകൊണ്ട് എല്ലാവരും അത് നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോവാം. പിന്നെ ക്യാൻസർ രജിസ്ട്രേഷൻ, അസസ്മെൻറ്റ് ഓഫ് ഒബേസിറ്റി ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒബേസിറ്റിയുടെ ഡെഫിനിഷൻ എഴുതാം. പിന്നെ കുറേ ഫോർമുലയൊക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മുടെ ബോഡി മാസ് നോക്കുന്ന ഫോർമുലാസ്, അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ സ്കിൻ ഫോൾഡ് തിക്നെസ്, അതേപോലെ വേസ്റ്റ് സർക്കംഫറൻസ്, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, ഈ കാര്യങ്ങളെല്ലാം എഴുതണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഫോർമുല വിത്ത് യൂണിറ്റ് പഠിച്ചിട്ട് പോകണം. ഓക്കെ, kg ആണെങ്കിൽ kg, അല്ലെങ്കിൽ ഗ്രാം ആണെങ്കിൽ ഗ്രാം, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, അങ്ങനെ വിത്ത് യൂണിറ്റ് പഠിച്ചിട്ട് പോകണം. പിന്നെ റിസ്ക് ഓഫ് സെർവിക്കൽ ക്യാൻസർ, ഈ റിസ്ക് ഒക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനും കൂടി എഴുതിയിട്ട് വേണം ഈ റിസ്ക് ഫാക്ടറും കാര്യങ്ങളൊക്കെ എഴുതാൻ. പിന്നെ സ്ക്രീനിങ് ഓഫ് ഡയബറ്റീസ്, പിന്നെ BMI ആൻഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ബോഡി വെയ്റ്റ് അക്കോർഡിംഗ് ടു BMI, ഇതൊക്കെ നോക്കിയിട്ട് പോകണം.
പിന്നെ ആൽക്കഹോളിസം ആൻഡ് NCD, ക്യാൻസർ സ്ക്രീനിങ്, എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു RHD, റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, സ്ട്രോക്ക്, സ്നേക്ക് ബൈറ്റ്, ഇതൊക്കെ 5 മാർക്കിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് ടെക്സ്റ്റിലുള്ള പോലെ കുറച്ച് ഇപ്പോൾ ഓരോ ഡിസീസിനും ഇപ്പോൾ സ്പെസിഫൈ ചെയ്ത് റിസ്ക് ഫാക്ടർ ആണെങ്കിൽ അതും, ഇപ്പോൾ പ്രിവെൻഷൻ ആണെങ്കിൽ ഓരോ ലെവലിനും ഓരോ പ്രിവെൻഷൻ ഉണ്ട്. ഓരോ ഡിസീസിനും ഓരോ ലെവലിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് പഠിച്ചിട്ട് വേണം. അത് എഴുതിയാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അല്ലാതെ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ഏജ്, സെക്സ്, അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോഴാണ് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. അതിന് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അപ്പോൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവാം. ഇനി അപ്പോൾ നമ്മുടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് essay നോക്കാം. essay മെയിനായിട്ട് വരുന്നത് മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് NCD ആൻഡ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ പറഞ്ഞത് മാത്രമല്ല, അത് നന്നായിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. ഇപ്പോൾ ഓരോന്നിൻ്റെ അടിയിലും ഇപ്പോൾ ഏജ് ആണെങ്കിൽ ഏജ്, സെക്സ്, അങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. essayക്ക് ചോദിക്കുമ്പോൾ ആദ്യം ഡെഫിനിഷൻ എഴുതുക, അത് കഴിഞ്ഞ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, അത് കഴിഞ്ഞ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എഴുതുക, ലാസ്റ്റ് എന്തും കൂടി എഴുതുക, പ്രോഗ്രാമും കൂടി എഴുതുക. അപ്പോൾ അത്യാവശ്യം ഒരു 14, 15 അല്ലെങ്കിൽ ഒരു 13 മാർക്കൊക്കെ നമുക്ക് കിട്ടും. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഡിഫറൻഷിയേറ്റ് വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്ക് ബൈറ്റ്, ഇത് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് പോവുക. ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് നോക്കിയിട്ട് പോകണം. ഇനി റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഒബേസിറ്റി. ഇത് നമുക്ക് ഇപ്പോൾ ഒബേസിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പകരം നമുക്ക് ഹൈപ്പർ ടെൻഷൻ ചോദിക്കാം, ഡയബറ്റീസ് ചോദിക്കാം, അങ്ങനെ ഏത് ഡിസീസ് വേണമെങ്കിലും എടുത്ത് ചോദിക്കാം. സോ എല്ലാത്തിൻ്റെയും റിസ്ക് ഫാക്ടറും പ്രിവെൻഷനും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഇതിലിപ്പോൾ കുറേയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാം. അതിൽ തന്നെ സ്പെസിഫൈ ചെയ്തുണ്ടാവുമല്ലോ, അത് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ളത് എല്ലാത്തിലും എഴുതുകയും ചെയ്യാം. ഈ സ്പെസിഫിക് ആയിട്ടുള്ളത് ഓരോ ഡിസീസ് ചോദിക്കുമ്പോഴും എഴുതാം, ലാസ്റ്റ് പ്രോഗ്രാം എഴുതാം. അപ്പോൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ് NCD, അതിൻ്റെ റിസ്ക് ഫാക്ടർ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതേപോലെ തന്നെ CVD ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പിന്നെ അതിൽ വരുന്ന സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ, അതൊക്കെ എല്ലാവരും നോക്കിയിട്ട് പോവുക. അതൊന്നും വിടരുത് പോണതിന് മുമ്പ്. ഓക്കെ, ലാസ്റ്റായിട്ട് അതൊന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ CVD എന്താ, അതിൻ്റെ റിസ്ക് ഫാക്ടർ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, എല്ലാം എന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഒന്ന് പ്രിവെൻഷൻ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ. അതുകൊണ്ട് എല്ലാത്തിനും അതെങ്കിലും എല്ലാവരും നോക്കിയിട്ട് പോകണം. പിന്നെ ആക്സിഡൻറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്സിഡൻറ്റ്സ്, അതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നതാണ് റിസ്ക് ഫാക്ടർ ആൻഡ് പ്രിവെൻഷൻ ഓഫ് RTA. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ essay ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടത്. അപ്പോൾ മെയിനായിട്ട് എല്ലാത്തിൻ്റെയും ഡെഫിനിഷനും റിസ്ക് ഫാക്ടേഴ്സും പ്രിവെൻഷനും ലാസ്റ്റ് ആ പ്രോഗ്രാമില്ലേ അതും കൂടി എല്ലാവരും നോക്കിയിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് essay എഴുതാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്തിരി ഇലാബറേറ്റ് ചെയ്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ഹെഡിങ്ങും സബ് ഹെഡിങ് ആയിട്ട് ഹെഡിങ് തിരിച്ച് തന്നെ എഴുതാം. അങ്ങനെ എഴുതിയാലാണ് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ NCD കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മുടെ വലിയൊരു പോർഷൻ കഴിഞ്ഞു. ഇത് തന്നെ അത്യാവശ്യം പഠിച്ചിട്ട് പോയാൽ നമുക്ക് പാസ് ആവാനുള്ള മാർക്ക് കിട്ടും. സോ ആരും NCD വിടരുത്, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്താണ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഇതും വലിയ അത്യാവശ്യം ഇച്ചിരി നോട്ടായിട്ട് നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു പോർഷനാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ ഡെഫിനിഷനാണ്. പാലിയേറ്റീവ് കെയറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ പാലിയേറ്റീവ് കെയർ ഈസ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഫോക്കസ്ഡ് ഓൺ റിലീവിങ് സഫറിങ് ഓഫ് പേഷ്യൻസ് with a serious illness and improving their quality of life and providing support to their families. അതായത് എന്തെങ്കിലും ഗുരുതരമായ രോഗമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ രോഗങ്ങളുള്ള അല്ലെങ്കിൽ രോഗികളുടെ കഷ്ടപ്പാടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് സ്ട്രെങ്ത് കൊടുക്കാനൊക്കെ അതിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്, ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്.
അപ്പോൾ എന്താ ഇതിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും നോക്കിയിട്ട് പോകും. പാലിയേറ്റീവ് കെയർ ഇസ് എ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ. എന്താ ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ആണ്. എന്തിന്? ഫോക്കസിങ് ഓൺ റിലീവിങ് സഫറിങ് ഓഫ് ദി പേഷ്യൻസ്. പേഷ്യൻസിൻ്റെ സഫർ ചെയ്യണതും അതേപോലെ തന്നെ അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടാനും അതേപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് സപ്പോർട്ട് കൊടുക്കാനൊക്കെ വേണ്ടി നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ 2 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? ആക്റ്റീവ് ടോട്ടൽ പാലിയേറ്റീവ് കെയർ, ഹോം ബേസ്ഡ് പാലിയേറ്റീവ് കെയർ. പിന്നെ 5 മാർക്കിന് ചോദിക്കുന്നതാണ് ഹോം ബേസ്ഡ് കെയർ. ഈ ഹോം ബേസ്ഡ് കെയർ എന്തായാലും നോക്കിയിട്ട് പോകണം, ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു പോർഷനാണ് ഈ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ്. സോ അതും ഒന്ന് വായിച്ചു വെച്ചിട്ട് പോവാം. ഇതിപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല എല്ലാം. സോ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. സോ അത് വായിച്ചിട്ട് പോവുക. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പോളിസി ഫോർ കേരള, പിന്നെ എസ്സേയിൽ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഞാൻ പറഞ്ഞില്ലേ, ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് എന്തായാലും നോക്കിയിട്ട് പോവാം. നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും, ആ നോട്ട്സ് വായിച്ചിട്ട് പോവാം. പിന്നെ WHO പാലിയേറ്റീവ് കെയറിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം ഇൻ കേരള. അതേപോലെ തന്നെ പിന്നെ ഇതിൽ ചോദിക്കാറുള്ളത് ഹെൽത്ത് വർക്കറിൻ്റെ റോൾ ഇൻ പാലിയേറ്റീവ് കെയർ. അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ റാപ്പിഡ് റിവിഷൻ്റെ പേപ്പർ 5ൻ്റെ കഴിഞ്ഞു. ഇനി ഇപ്പോൾ പാലിയേറ്റീവ് ഒന്നും നോക്കിയിട്ടില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ BMW ജിറിയാട്രിക്സും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് പോവാം. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സോ BMW ഒക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ്. സോ അത് പഠിക്കുക. അതേപോലെ തന്നെ ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ്, NCDയുടെ റിസ്ക് ഫാക്ടേഴ്സ്, പ്രിവെൻഷൻ, ഡെഫിനിഷൻസ്, ഇതൊക്കെ വിടാതെ എല്ലാം നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.